വെൽക്കം ടു ദിയാസ് ടേസ്റ്റി കിച്ചൺ. ഇന്ന് നമ്മൾ ബ്രെഡ് പക്കോടയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ കടലമാവ് എടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പൊടികളെല്ലാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ച് വേണം മിക്സ് ചെയ്തെടുക്കാൻ. പൊടി കട്ട പിടിക്കാതെ വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ച് വേണം ബാറ്റർ തയ്യാറാക്കാൻ. വെള്ളം ആദ്യം തന്നെ കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ ബാറ്റർ കറക്റ്റ് ആവില്ല. ഇപ്പോൾ ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് തിക്കല്ലാത്ത ഒരു ബാറ്ററാണ്. ഇനി നമുക്കിതിലേക്ക് അല്പം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ബാറ്റർ മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ബ്രെഡിനുള്ളിൽ വയ്ക്കാനുള്ള ഫില്ലിംഗ് ആണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിനു ശേഷം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കാം. സവാള വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എന്നിവ ചേർക്കാം. പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാൻ ഞാൻ സ്റ്റൗ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് വേവിച്ചതിന് ശേഷം ഞാൻ ഉടച്ചെടുത്തതാണ്. ഇനി ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബ്രെഡ് പക്കോടയ്ക്ക് വേണ്ടിയുള്ള ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഈ ഫില്ലിംഗ് തണുത്തതിന് ശേഷം വേണം അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ. ഇനി ഒരു ബ്രെഡ് എടുത്ത് അതിന് മുകളിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് നന്നായിട്ട് തേച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ബ്രെഡിന് മുകളിൽ ഫുള്ളായിട്ട് ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് മുകളിലേക്ക് മറ്റൊരു ബ്രെഡ് വെച്ച് കൊടുക്കാം. മുകളിൽ വെച്ച ബ്രെഡ് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ ബ്രെഡ് ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് 2ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒന്നുകൂടി കട്ട് ചെയ്ത് ചെറുതാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ബ്രെഡ് 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫില്ലിംഗ് ഒക്കെ ഇതിനുള്ളിലുണ്ട്.
ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഫ്രൈ ചെയ്യുന്നതിനാവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരുന്ന ബാറ്ററിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് മുക്കി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ബാറ്റർ ബ്രെഡിൻ്റെ എല്ലാ സൈഡിലും ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ അടുത്ത ബ്രെഡ് പീസ് കൂടി ബാറ്ററിൽ മുക്കി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ഒന്ന് മൂത്ത് ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിങ്ങനെ 1-2 പ്രാവശ്യം തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കണം. സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെക്കരുത്, ബ്രെഡ് ഒരുപാട് എണ്ണ കുടിക്കും. സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ തന്നെ വെച്ച് വേണം ഇത് ചെയ്തെടുക്കാൻ. ഇത് തിരിച്ചു മറിച്ചുമിട്ട് നല്ല ബ്രൗൺ നിറമായതിനു ശേഷം നമുക്കിത് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം. നമ്മുടെ ബ്രെഡ് പക്കോട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നന്നായിട്ട് മുരിഞ്ഞ് നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ബ്രെഡ് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. റെസിപ്പി ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. താങ്ക് യു.